നമ്മള് വരുമ്പോ ഒരു ബോംബുമായിട്ട് വരണ്ടേ? ആ 501 കുറിച്ചൊന്നൊരു സിനിമാ കഥ എഴുതിയാൽ അത് അഡൾട്ട്സ് ഉള്ളിയാവും. ഒരുപാട് നേട്ടങ്ങളുടെ കഥ പറയാനുള്ള ഒരു മുറിയാണ്. രഹസ്യം എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം. ഇത് ഏത് സമയത്തും അവിടെ ഒരു അഞ്ചു പേര് കാണും. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? കഴപ്പ്. ബാലചന്ദ്ര മേനോനും മീനു മുനീറും തമ്മിലുള്ള ഈ ഒരു വലിയ യുദ്ധത്തിൽ മീനു മുനീറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മീനു മുനീറിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മീനു മുനീർ ഒരു ഫ്രോഡാണെന്ന് അദ്ദേഹം തെളിയിച്ചൊരു വ്യക്തിയാണ്. ബാലചന്ദ്ര മേനോനുമായി ബന്ധപ്പെട്ട് മീനു മുനീർ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ഏറെക്കുറെ ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില കുറ്റസമ്മതം ഒരുപക്ഷെ ബാലചന്ദ്ര മേനോൻ സാറിന്റെ ഭാഗത്തു നിന്ന് തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു. മീനു മുനീറിനെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് മീനു മുനീർ എന്താണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അഡ്രസ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മീനു മുനീർ എന്താണെന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിവെച്ചാൻ കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട്. സന്തോഷ് മാധവനുമായി ബന്ധമുണ്ടായിരുന്നു. ആ ഒരു കേസിൽ മീനു ചേച്ചിയെ അന്വേഷിച്ച് പോലീസ് വന്നെന്നാണ് പറയുന്നത്. പിന്നെ എന്തോ വേണം? സന്തോഷ് മാധവൻ ആരായിരുന്നു? എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. ചെറിയ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കലായിരുന്നു സന്തോഷ് മാധവന്റെ വിനോദം എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ സന്തോഷ് മാധവനുമായി ബന്ധം വെക്കുന്ന മീനു ചേച്ചി വലിയ പവിത്രതയും ചാരിത്രശുദ്ധിയുമുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ അതിനെ അംഗീകരിക്കണം. കാരണം അത്തരം ആൾക്കാർക്ക് മാത്രമേ സന്തോഷ് മാധവനുമായി ബന്ധം പുലർത്താൻ കഴിയുകയുള്ളൂ. വന്ന് അവൻ ഈ കൂട്ടിക്കൊടുപ്പ് അന്തസ്സുള്ളൊരു ജോലിയാക്കി മാറ്റുവന്ന. എനിവേ മീനു ചേച്ചിയെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നും അല്ലെങ്കിൽ ബാലേന്ദ്ര മേനോൻ സാറുമായി ബന്ധപ്പെട്ട് മീനു ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില വാസ്തവമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങളാണ് ബാലേന്ദ്ര മേനോൻ സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. ബാലേന്ദ്ര മേനോൻ സാറിന്റെ തന്നെ ചില സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹത്തിന് വിനയായത്. അത് നമുക്കൊന്ന് കാണാം. ഒരു കാലത്ത് സൂപ്പർ റോമിയോ ഫിഗറിൽ ഉണ്ടായിരുന്ന മലയാള സിനിമയിലെ നായകനാണ്. അതുകൊണ്ട് പലർക്കും കഥകൾ എഴുതാൻ എളുപ്പമായി. അന്ന് ഈ കഥകൾ പറയുമ്പോൾ ചില കഥകൾ പറഞ്ഞത് അങ്ങേക്ക് എയ്ഡ്സ് ആണെന്ന്. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. മോഹൻലാൽ നേഴ്സാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്രയും അധികം നായകന്മാരെ കൊണ്ടുവരികയും ഇത്രയും അധികം പ്രകടനങ്ങൾ കാഴ്ചവെച്ചു എന്ന് പറയുന്ന ബാലേന്ദ്ര മേനോന് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞില്ലേ ഉള്ള അതിശയം? അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. കൂടുതൽ സിനിമാ താരങ്ങളെ അഭ്രപാളിയിലേക്ക് കൊണ്ടുവന്നത് അങ്ങാണ്. അത് നടിമാരെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. അത് കറക്റ്റാണ്. ഏറ്റവും അധികം നടിമാരെ, അതായത് പ്രമുഖ നടിമാരെ, ശോഭന, പാർവതി തൊട്ട് പ്രമുഖരായിട്ടുള്ള നടിമാരെ ഒക്കെ കൊണ്ടുവന്നത് ബാലേന്ദ്ര മേനോൻ സാറാണ്. സത്യമാണോ ഈ പറയുന്നത്? നടന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട്, നടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ റൂം നമ്പർ 501 എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? അപ്പൊ സത്യമാണല്ലേ? ഗീത് ഹോട്ടലിലെ 501, അതായത് ഗീത്, പങ്കജ്, ഈ രണ്ട് ഹോട്ടലായിരുന്നു തിരുവനന്തപുരത്ത് പ്രധാനമായും സിനിമാക്കാർക്ക് അക്കോമഡേഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഹോട്ടൽ. പങ്കജും ഗീതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കേളികൾ നടന്നിരിക്കുന്നത് ഗീതിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പങ്കജും ഒട്ടും തന്നെ മോശമല്ല, എന്നാലും കൂടുതൽ ഇതേണക്കുള്ള ലീലകൾ നടന്നിട്ടുള്ളത് ഗീതിലാണെന്നാണ് പലരും, അതായത് അവിടെ ജോലി ചെയ്ത പല സ്റ്റാഫുകളും നമ്മൾ ഈ ഫീൽഡ് ആയിരുന്നതുകൊണ്ട് പറഞ്ഞു കേട്ടുള്ളത്. ഗീത് ഹോട്ടലിലെ 501 തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ അവിടെ സ്ഥിരമായിട്ട് താന്ന് എനിക്ക് പടങ്ങൾ നിരന്തരമായിട്ടുണ്ട്. ഓരോ പടം കഴിയും തോറും നമ്മൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങും. അപ്പം നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ വരും. ആ മുറിക്കകത്ത് കയറി കഴിയുമ്പോൾ നമുക്കൊരു ആംബിയൻസ് വേറെ കിട്ടും. അതുകൊണ്ട് അത് എല്ലാവരും എൻ്റെ ഒരു ഭാഗ്യ നക്ഷത്രമാണ് ആ മുറി എന്ന രീതിയിൽ ഞാൻ ഇല്ലാത്തപ്പം വാടകയ്ക്ക് എടുത്ത് കഥ എഴുതിയിട്ടുണ്ട്. ഭൂമികൾക്കല്ല മോനേത്. ഈ പറഞ്ഞ ഗീത് ഹോട്ടലിൽ ഒരു സ്വഭാവം വെച്ചു. അവിടെ അക്കാലത്ത് മുറിയെടുത്ത ആൾക്കാരെ കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് വാചാലനാവേണ്ട ആവശ്യമില്ല. അവിടെ അത്തരം കേളികളാണ് നടന്നിരിക്കുന്നതെന്ന് പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ആക്റ്റീവായ നടന്മാരിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ 100 1000 സ്ത്രീകൾ എത്തിയ കഥകളൊക്കെ പുറത്ത് ഇന്റർവ്യൂകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ഫ്ലാഷ് ബാക്ക്. മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു. അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല, അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറല്ലേ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് മൂഡ്സ്. നമുക്ക് ഭക്ഷണം മാത്രം വെച്ച് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമുക്കൊരു മൂഡ് ഉണ്ടാകണം. ആ മൂഡ് ഉണ്ടാക്കുന്നതിലേക്ക് പ്രേരകമാകുന്ന ഫാക്ടുകൾ എടുക്കുമ്പോൾ കലാകാരന് പണ്ട് മുതലേ കൊടുത്തിരിക്കുന്ന 2 പ്രധാനപ്പെട്ട അലവൻസുകളാണ്. ഒന്ന് മദ്യവും, ഒന്ന് മദിരാക്ഷിയും. ഓപ്പൺ. ആ 501 കുറിച്ചൊന്നൊരു സിനിമാ കഥ എഴുതിയാൽ അത് അഡൾട്ട്സ് ഉള്ളിയാവും. ഒരുപാട് നേട്ടങ്ങളുടെ കഥ പറയാനുള്ള ഒരു മുറിയാണ്. മനസ്സിലായി.
അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവം. രഹസ്യം എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം. ഇത് ഏത് സമയത്തും അവിടെ ഒരു അഞ്ചു പേര് കാണും. കലാകാരന്റെ അലവൻസുകൾ മദ്യവും മദിരാശിയുമാണ്. അത് പരമമായ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും സിനിമ മേഖലയിൽ ഈ കല എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. പ്രധാനമായി നടക്കുന്നത് ഈ പറഞ്ഞ മദ്യവും മദിരാശി എന്ന് പറയുന്ന പെണ്ണ്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? കഥക് തുറന്നതിനെ കാണുന്നത് 3 കുട്ടികൾ വിവസ്ത്രയായിട്ട് കിടക്കുന്നതും ഇദ്ദേഹവും ഡ്രസ്സില്ല. പിന്നെ ടേബിളിലെല്ലാം മദ്യക്കുപ്പിയും മദ്യ ഗ്ലാസുകളും എല്ലാം നിൽക്കും. പിന്നെ 3 ആണുങ്ങൾ ഇത് കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോന്നടാ ഇതൊക്കെ? കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? രഹസ്യം എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം. ഇത് ഏത് സമയത്തും അവിടെ ഒരു 5 പേര് കാണും. അത് തുറന്നപ്പോൾ കാണുന്ന 3 പേര്, അതിനുശേഷം ഇദ്ദേഹം, അത് കഴിഞ്ഞ് 3 പേര്, അതായത് 5-6 പേര് എപ്പോഴും ഉണ്ടെന്ന് ബാലേന്ദ്ര മേനോൻ സാർ തന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് മീനു ചേച്ചി പറഞ്ഞത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. പക്ഷെ ഈ 3 ആണുങ്ങൾ തുണിയില്ലാതെ നിൽക്കുന്ന ഇദ്ദേഹത്തെയും കണ്ട് രസിക്കുന്നു എന്ന് പറയുന്നത് അവർ എത്രക്കാരായിരിക്കും? ഒരുപക്ഷെ ഇംഗ്ലീഷ് സെക്സിനെ കാണുന്ന ഗ്യാൻ ബാഗ് സെക്സ് ആണോ, ഗ്രൂപ്പ് സെക്സ് ആണോ, അതിന്റെ ആളായിരുന്നോ ബാലേന്ദ്ര മേനോൻ സാർ? അങ്ങനെയാണെങ്കിൽ ഈ പ്രഗത്ഭരായ നടികൾ, ഇദ്ദേഹം കൊണ്ടുവന്ന നടികൾ ഒരുപാട് ഹാർഡ് വർക്കുകൾ ചെയ്തിരിക്കാം. അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോഴിനും അറിയില്ല. ഇനു മുനീർ പറഞ്ഞ പോലെ ഈ 5 പേർ എപ്പോഴും അവിടെ ഉണ്ടാകുമെന്നും ബാലേന്ദ്ര മേനോൻ സാർ പറയുന്നുണ്ട്. എഴുതാൻ മൂഡ് വേണമെങ്കിൽ മദ്യവും മദിരാശിയും വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏത് സമയം എഴുത്തായിരിക്കും, ഏത് സമയം മദ്യവും മദിരാശിയും കാണും, ഏത് സമയം 5 പേരും കാണും. സോ ഇത് വലിയൊരു കുറ്റകൃത്യമായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ഗ്യാൻ ബാങ്ക് സെക്സ് നമ്മുടെ നാട്ടിൽ അലോഡ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. സിദ്ദിഖിക്കയുടെ കാര്യം എടുത്താലും അദ്ദേഹത്തിന്റെ ലീലകളെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, ചില ചാബല്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. എനിവേ ഇത്തരക്കാർ ഈ ഒരു മേഖലയിലുണ്ട്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി.